ഹായ്, ഇന്നത്തെ വീഡിയോ കണ്ടന്റ് മെയിൻലി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് HR കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും HR സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനിൽ നിങ്ങൾ HR ആണ് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അതല്ല ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കരിയർ HR-ലാണ് നിങ്ങൾ കരിയർ ഗ്രോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് വീഡിയോ ഫോർ യു. ഈ HR മേഖലയിൽ ഏതൊക്കെയാണ് സർട്ടിഫിക്കേഷൻ കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, വിച്ച് ബെനിഫിറ്റ്സ് യു, എന്തിനാണ് നിങ്ങൾ HR പ്രൊഫഷനിൽ, അതായത് HR സ്പെഷ്യലൈസേഷനിൽ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്, അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. വെൽക്കം ടു ഡീസ് വ്ളോഗ്. അപ്പൊ HR എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞത്. ഇതിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ റീസെന്റ് ഒരു 3-4 കോളേജിൽ ഞാനിപ്പോ ഒരു സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു ഓൺ HRMS. അപ്പൊ ആ സെമിനാർ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ആസ് എൻ ഇന്ററാക്ട്, കാരണം നമ്മൾ പൊതുവെ എല്ലാ സ്ഥലത്തും സെമിനാർസ് എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റുഡൻസ് ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യില്ല. പകുതി മുക്കാൽ സ്റ്റുഡൻസ് ചിലപ്പോൾ ഉറങ്ങിയായിരിക്കും, ചിലവർ നല്ല ആക്റ്റീവ് ആയിരിക്കും, ചിലവർ മൊബൈലിൽ നോക്കിയിരിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന സെമിനാറിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ബിക്കംസ് എൻ ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ സെമിനാർ ഹാളിൽ ഇരിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ HR-ൽ കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്നുള്ളത്. അപ്പൊ ഏകദേശം കുറച്ച് കൂട്ടർ കൈപൊക്കി. ഞാൻ അവരോട് ചോദിച്ചു, ഓക്കെ, HR-ൽ എന്തായിട്ടാണ് നിങ്ങൾക്ക് കയറാനുള്ളത്? അപ്പൊ അവർ ഐ വോണ്ട് ടു ബി എൻ HR ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്ത ആള് പറഞ്ഞു എനിക്ക് റിക്രൂട്ട്മെന്റിൽ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോ ആ ഒരു ഫീൽഡിലേക്ക് എനിക്ക് കയറണം എന്നുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരോട് ചോദിച്ച ഒരു ചോദ്യം, ഓക്കെ, HR-ൽ എത്ര ഡൊമൈൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത്, അതായത് സബ് ഡൊമൈൻസ്. HR എന്ന് പറഞ്ഞത് തന്നെ ഒരു ഡൊമൈൻ ആണ്, അതിന്റെ അണ്ടറിൽ ഏതൊക്കെ ഡൊമൈൻസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ടു ബി ഫ്രാങ്ക്, ഒരു സ്റ്റുഡൻസിനും അത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്റ്റുഡൻസിനും. ഞാൻ അത് കഴിഞ്ഞിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തു, ഓക്കെ, നമുക്ക് ഒരു സെക്ഷൻ വെക്കാം. ഒരു സെക്ഷനിൽ വന്നിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ പേരാണ് ടാലന്റ് അക്വിസിഷൻ. അത് കഴിഞ്ഞ് ഹയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വന്നിട്ട് ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങൾ, എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ വിച്ച് ഇസ് മാനേജ്ഡ് യൂഷ്വലി ബൈ ദ എക്സിക്യൂട്ടീവ്സ് ഓർ ദ ഓപ്പറേഷൻസ് ടീം. പിന്നെ ഇവരെ നമ്മൾ ജോലിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ദേ വിൽ അണ്ടർഗോ ത്രൂ ദ ട്രെയിനിങ് പ്രോഗ്രാം. അതായത് പ്രൊഡക്ട് ട്രെയിനിങ് ഉണ്ടാവും, സെയിൽസ് ട്രെയിനിങ് ഉണ്ടാവും, ഇൻഡക്ഷൻ പ്രോഗ്രാംസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്കുണ്ടാവും. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ഇവരെ ഡിപ്ലോയ് ചെയ്യലാണ്. അതായത് ഏതൊക്കെ ടീംസിനാണ് ഈ ഒരു കാൻഡിഡേറ്റ് അസൈൻ ആയിട്ടുള്ളത്, ആ കാൻഡിഡേറ്റ്സിനെ ആ ടീം മാനേജേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അത് കഴിഞ്ഞ് ഇവര് വർക്ക് പെർഫോമൻസ്, അങ്ങനത്തെ ഇവര് കമ്പനിയിൽ, അതായത് വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഇവര് ഹാപ്പിയാണോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം. പിന്നെ ഇവര് സാലറിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്, സാലറി ഡിസ്പേഴ്സ്മെന്റ്, പേ റോൾ പ്രോസസ്സിംഗ്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം. ഇതൊക്കെ നമുക്ക് ഒരു ഡൊമൈനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം, മനസ്സിലായി? അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടാലന്റ് അക്വിസിഷൻ അത് ഒരു സബ് ഡൊമൈൻ ആണ്. പിന്നെ ഓപ്പറേഷൻസ് ഉണ്ട്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, പേറോൾ ടീം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളുണ്ട്, അക്കാഡമിക്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ HR പ്രൊഫൈലിന്റെ അണ്ടറിൽ തന്നെ, അത് ബേസ്ഡ് ഓൺ ദ കമ്പനീസ്. ഇപ്പൊ എല്ലാ കമ്പനീസിലും ഒരേ സ്റ്റാൻഡേർഡ്, ഒരേ ഫോർമാറ്റ് തന്നെ ആണെന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിക്വയർമെന്റ്സ്. ഈ സബ് ഡൊമൈൻസ് ടു ബി ഫ്രാങ്ക് പകുതി മുക്കാൽ വിദ്യാർത്ഥികൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പൊ നിങ്ങളോട് ഒരാള് ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾക്ക് ഏത് പ്രൊഫൈലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം? അപ്പൊ കാൻഡിഡേറ്റ്സ് എല്ലാവരും പറഞ്ഞത് എന്താ, ഐ വോണ്ട് ടു ബി എൻ HR ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പൊ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് സബ് ഡൊമൈൻസ് ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യണം, ഏത് പ്രൊഫൈൽ വേണം ഞാൻ കയറി പോവാൻ. എനിക്ക് ഇന്റർവ്യൂ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് ആ ഒരു പ്രൊഫൈൽ ഭയങ്കര, അതായത് കാൻഡിഡേറ്റ്സിന് സ്ക്രീൻ ചെയ്യുക, ഇന്റർവ്യൂ ചെയ്യുക, അവരുടെ ടെസ്റ്റിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുക, ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐ കൻ ഗോ ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. അതല്ല, എനിക്ക് എംപ്ലോയീസ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ്, അതായത് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ വർക്കിൽ, എംപ്ലോയീസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ നോക്കാനാണ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ കൻ ചൂസ് പീപ്പിൾ എൻഗേജ്മെന്റ്.
ഇനി അതല്ല, എന്റെ കാൽക്കുലേഷൻ സ്കിൽസ് എനിക്ക് ഒരുപാട് കൂടുതലാണ്, നല്ലപോലെ എക്സ്പേർട്ട് ആണ് ഞാൻ കാൽക്കുലേഷനിൽ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് പേറോൾ. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് സബ് ഡൊമൈൻസ് നിങ്ങൾക്ക് HR തന്നെ ഉണ്ടാവും. സോ ആരെങ്കിലും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ആവാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ HR എന്ന് പറയേണ്ട പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റ് റിസർച്ച് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ നിങ്ങൾ നല്ലപോലെ റിസർച്ച് ചെയ്തെടുക്കുക. അതിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ആ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യുന്ന റോളുകൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദർ ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ടാലന്റ് അക്വിസിഷൻ എടുത്ത് നോക്കുക. ടാലന്റ് അക്വിസിഷനിലത്തെ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യുന്ന വർക്ക് എന്താണ്, അല്ലെങ്കിൽ ടാലന്റ് അക്വിസിഷൻ മാനേജർ ചെയ്യുന്ന ഒരു വർക്ക് എന്തൊക്കെയാണ്, അത് ഫുള്ള് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. പീപ്പിൾ എൻഗേജ്മെന്റ് മാനേജർ അല്ലെങ്കിൽ പീപ്പിൾ എൻഗേജ്മെന്റ് ടീം ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ടീം ചെയ്യുന്നത് എന്തൊക്കെയാണ്, പേറോൾ ടീം ചെയ്യുന്നത് എന്തൊക്കെയാണ്. ഇത്തരം കരുത്ത കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ബിക്കോസ് ഓൾ ദിസ് കംസ് അണ്ടർ വൺ ട്രീ. അതാണ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അതിന്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ചസുകളാണ് ഈ പറഞ്ഞ ടാലന്റ് അക്വിസിഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് റിസർച്ച് ചെയ്യുക, ചൂസ് ചെയ്യുക, എന്നിട്ട് വേണം നിങ്ങൾ ഏത് പ്രൊഫൈലോട്ട് നിങ്ങൾ കയറണം എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഫൈനൽ ഇയർ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോ ഒരു ചെറിയൊരു ഹിന്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാവരും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു HR ഒരു വാല്യൂ ആഡഡ് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ ഒരു സെറ്റ്, ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു കമ്പനി, എന്റെ സൈഡിലേക്ക് ഒരു A സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്, B സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്. A സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വരുന്നത് അവരെ ഗ്രാജുവേഷൻ, മേ ബി ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂന്ന് വരുന്ന കാൻഡിഡേറ്റ്സ് ആണ്. B സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ കൂടാതെ അവർ ചൂസ് ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസേഷൻ, ഫോർ എക്സാമ്പിൾ HR ആണെന്നുണ്ടെങ്കിൽ HR അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് അവർ ചെയ്തിട്ടാണ് ഈ B സെറ്റ് കാൻഡിഡേറ്റ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു എംപ്ലോയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആരെ ചൂസ് ചെയ്യണം? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ഫോർ B കാറ്റഗറി. കാരണം B കാറ്റഗറി സ്റ്റുഡൻസ് വന്നിട്ട് അവർക്ക് അക്കാഡമിക് നോളജ് അല്ലാതെ ദേ ഹാവ് ലേൺ സംതിങ് മോർ ദാൻ ദാറ്റ്. അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൊമൈനിൽ, അതായത് HR ഡൊമൈനിൽ. അപ്പൊ എന്റെ മെയിൻ പ്രിഫറൻസ് വിൽ ഗോ ഫോർ B സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. A സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഞാൻ എടുക്കില്ല. അപ്പൊ അത് കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സർട്ടിഫിക്കേഷൻ. ഇത് എന്റെ പ്രീവിയസ് വ്ലോഗ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് സർട്ടിഫിക്കേഷൻ എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പൊ B സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സിന് ഈ ജോലി സാധ്യത കൂടുതലാണ്. പിന്നെ അവരുടെ ഇടയിലുള്ള ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ദ മോർ ഓപ്ഷൻസ് ആർ ഫോർ ദ കാൻഡിഡേറ്റ്സ് ഹു ഹാഡ് കംപ്ലീറ്റഡ് ദ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ അലോങ് വിത്ത് എ വാല്യൂ ആഡഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഇത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുക. നമ്മൾ പഠിക്കുന്ന അക്കാഡമിക്സും നമ്മുടെ ഇൻഡസ്ട്രി റിക്വയർമെന്റ്സും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അതിപ്പോ നിങ്ങൾ എവിടെ നോക്കിയാലും നമ്മളിപ്പോ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇരിക്കില്ല നമ്മൾ വർക്കിൽ, നമ്മുടെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ അക്കാഡമിക്സ് ആസ് വെൽ ആസ് ദ ഇൻഡസ്ട്രി റിക്വയർമെന്റ്സ്. ഇത് നമ്മൾ ബ്രിഡ്ജ് ചെയ്തെടുക്കണം. എങ്ങനെയാണ് നമുക്കൊരു ബ്രിഡ്ജ്, ഒരു പാലം വിട്ട് നമ്മൾ എങ്ങനെയാണ് അത് റെഡിയാക്കുക? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സസുകൾ നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോ നമ്മളൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് ആ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഇസ് ബീൻ പ്രൊവൈഡഡ് ബൈ ദ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ട്രെയിനിങ് അക്കാഡമീസ്. അതിൽ വരുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ HR സ്റ്റുഡൻസിന് പറ്റുന്ന കുറച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സ്, ഒന്ന് HRMS പറ്റിയിട്ട്. അതായത് എന്താണ് HRMS, ആ ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ നിങ്ങൾ കയറുന്ന എല്ലാ കമ്പനീസ്, ഏത് കമ്പനീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ദ ഫസ്റ്റ് തിങ് വാട്ട് യു ഡു ഇസ് യൂസിങ് ആൻ HRMS. കാരണം നിങ്ങളുടെ എൻറ്റയർ, അതായത് ജോയിനിങ് ഡീറ്റെയിൽസ് തൊട്ട് എക്സിറ്റ് ഫോർമാലിറ്റീസ് വരെ ഈ HRMSന്റെ കൺട്രോളിലാണ് ഉള്ളത്. നിങ്ങൾ മാർക്ക് ചെയ്യുന്ന അറ്റൻഡൻസ്, ഇപ്പൊ ചില കമ്പനീസിൽ ഫിംഗർ പ്രിന്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചില കമ്പനിയിൽ ID കാർഡ് സ്കാനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചില കമ്പനിയിൽ ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള പഞ്ചിങ് ആയിരിക്കും.
അപ്പോൾ ഇതൊക്കെ എവിടെയാണ് റെക്കോർഡ് ആവുക? ഓൾ ദീസ് ഗെറ്റ്സ് റെക്കോർഡഡ് ഇൻ ടു എ ഡേറ്റ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ HRMS. അപ്പൊ ഈ HRMS എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആസ് ബീങ് എൻ HR ഐ ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ HRMSനെ പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ് നല്ലപോലെ എടുക്കണം എന്ന്. ഇത് HR കാൻഡിഡേറ്റ്സിന് മാത്രമല്ല, HRMS ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. കാരണം എല്ലാ കമ്പനികളും ഈ HR പ്രൊഫൈൽ അല്ലാത്തവര് പോലും അവർ ഈ HRMS ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ഇപ്പൊ ലീവ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഗോ ടു ദിസ് HRMS, അപ്ലൈ ഫോർ ദ ലീവ്. ഇനി അതല്ല അറ്റൻഡൻസ് എന്താണ് അറ്റൻഡൻസ് റെഗുലറൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അതായത് ഇന്ന് ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്, പക്ഷെ ഐ ഫോർഗോട്ട് ടു മാർക്ക് മൈ അറ്റൻഡൻസ്. അപ്പൊ എനിക്ക് ആ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ദിവസത്തെ അറ്റൻഡൻസ് റെഗുലറൈസ് ചെയ്യണം. അപ്പൊ റെഗുലറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ HRMS പോർട്ടലിൽ കയറിയിട്ട് ഏത് ഡേറ്റ് ആണോ ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മിസ് ചെയ്ത്, ആ മിസ് ചെയ്ത ഡേറ്റ് ഞാൻ എന്റെ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും പഞ്ചിങ് ചെയ്തിട്ട് റിക്വസ്റ്റ് അയക്കും. അതായത് എന്റെ റിപ്പോർട്ടിംഗ് മാനേജറിന് റിക്വസ്റ്റ് അയക്കും. അവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഗെറ്റ്സ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ഇൻ ടു ദ റെക്കോർഡ്സ്. അപ്പോൾ അറ്റൻഡൻസ് റെഗുലറൈസേഷൻ ഉണ്ട്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് ഉണ്ട്, നമ്മുടെ ഇൻകം ടാക്സിന്റെ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ നടക്കുന്ന ഈ HRMS പ്ലാറ്റ്ഫോമിലാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു HR കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് അപ്പ് എൻ HRMS ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങളിപ്പോ HRMS ട്രെയിനിങ് പ്രോഗ്രാം എടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ ട്രെയിനിങ് ഒരിക്കലും തിയറിറ്റിക്കൽ ട്രെയിനിങ് ആവരുത്. കാരണം നിങ്ങൾക്ക് തിയറിറ്റിക്കൽ നോളജ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം തിയറിറ്റിക്കൽ നോളജ് ഒക്കെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ കോളേജ് സൈഡിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ആർ ഗെറ്റിംഗ് ദ പ്രാക്ടിക്കൽ നോളജ് ഓൺ ദിസ് HRMS. ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 2. എന്താണ് പ്രാക്ടിക്കൽ നോളജ്? എങ്ങനെയാണ് ഒരു HRMS ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ HRMS ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യും, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിക്കോളും. ദാറ്റ് ഈസ് സെക്കൻഡ് തിങ്. തേർഡ് തിങ്, പേറോൾ പ്രോസസ്സിംഗിൽ നിങ്ങൾ ഒരു ഓവർവ്യൂ ഉണ്ടാവുന്നത് ഏറ്റവും ഗുണപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക്. കാരണം പേറോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് ഒരു പേറോൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടാവുക, ഡിസ്ബേഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, പോസ്റ്റ് ഡിസ്ബേഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, സാലറി സ്ലിപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇതൊക്കെ ബീയിങ് ആൻ HR സ്പെഷ്യലൈസ്ഡ് കാൻഡിഡേറ്റ്സ് യു ഷുഡ് നോ അബൌട്ട് ദിസ്. അപ്പോ ഒരു മേഖലയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടി പോകരുത്. HR എന്ന് പറയുമ്പോൾ യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു ഈച്ച് ആൻഡ് എവറിഥിങ്. അതായത് ടാലന്റ് അക്വിസിഷൻ മുതൽ എംപ്ലോയി എക്സിറ്റ് ആയി പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ഇറ്റ്. ഇപ്പൊ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അപ്പുറത്തുണ്ട്, ഒരുപാട് സർട്ടിഫിക്കേഷൻ. ഇപ്പൊ HRMS ട്രെയിനിങ് മാത്രമല്ലാതെ തന്നെ HR തന്നെ നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഉണ്ടാവും, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് ഗുണപ്പെടുന്ന ഏതാണോ അത് നിങ്ങൾ ചെയ്യണം. വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. സത്യം ഞാൻ പറഞ്ഞത് ഒരു കാര്യമില്ല. ദാറ്റ് ഷുഡ് ബെനിഫിറ്റ് യു. നിങ്ങൾ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ നിന്നും ആ ഒരു HR, അതായത് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബീയിങ് ആൻ ഇൻഡസ്ട്രി റെഡി പ്രൊഫഷണൽ സൂൺ ആഫ്റ്റർ യു കംപ്ലീറ്റ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം. ചറപറ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് ദ റിലവന്റ് കോഴ്സ് വിച്ച് ഗിവ്സ് യു എ ബ്രൈറ്റ് ഫ്യൂച്ചർ, അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ HR സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളാണ്, അതല്ല ഇനി അങ്ങോട്ട് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ ഇസ് ടു ചൂസ് graduation or post graduation in HR specialization, means please make sure you are taking an additional certification course along with your academics that will enhance your skills into this HR operations, payroll processing and everything. അത് മാൻഡേറ്ററി ആണ്. അതിപ്പോ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടത് അക്കാഡമിക് നോളജ് അല്ലാതെ എനിക്ക് വേണ്ടത് പ്രാക്ടിക്കൽ, അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ട കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് എനിക്ക് ഉണ്ടാവണം. സോ മേക്ക് ഷുവർ യു ടേക്ക് ഡിസിഷൻസ് വൈസ്ലി ആൻഡ് സെർച്ച്. ഒരുപാട് നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾ എടുക്കുന്ന കരിയറിനെ പറ്റിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുക. എന്നിട്ട് ആ സർട്ടിഫിക്കേഷൻ കോഴ്സസ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമന്റ്, ഷെയർ. അതുകൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു ആർ ടേക്കിംഗ് ദ HR സ്പെഷ്യലൈസേഷൻ. ഡോണ്ട് ഫർഗെറ്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പുതിയ കണ്ടന്റ് കാണുന്നതായിരിക്കും. സലാം.